അസ്സലാമു അലൈക്കും. ഞാൻ പലാസോ പാൻറ്റിൻ്റെ സ്റ്റിച്ചും കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് 4 ഭാഗമാക്കി തുണി മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിന് അതിൻ്റെ അരവണ്ണം 40 അപ്പോൾ 2 ഇഞ്ച് തുമ്പും അങ്ങനെ 12 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മുകളിൽ നിന്ന് ക്രോച്ചയിൽ 15 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഒരു 3.5 ഇഞ്ച് ഷേപ്പിലേറ്റും കൊടുത്തിട്ട് അടിഭാഗത്ത് പലാസോ പാൻ്റ് ആകുമ്പോൾ കുറച്ച് ലൂസിൽ വേണമല്ലോ, അപ്പോൾ താഴെ 10 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടില്ലേ. അങ്ങനെയൊക്കെ വരച്ചെടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഫസ്റ്റിൽ ഈ ക്രോച്ച് ഏരിയയാണ് അടിച്ചെടുക്കുന്നത്. ഒരു 1/2 ഇഞ്ചിൽ അവിടെ നിന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച്, പിന്നെ താഴോട്ട് കുറച്ച് വീതി കുറച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. അധികം താഴോട്ട് ആ ക്രോച്ചിൻ്റെ അതിൻ്റെ ആ ഭാഗത്താകുമ്പോൾ കുറച്ച് വീതി കുറക്കണം, അല്ലെങ്കിൽ ടൈറ്റായി പോകും. പിന്നെ അടിഭാഗം മടക്കി അടിക്കുക. മുകളിൽ 2 ഇഞ്ചിൽ ആദ്യം ഒന്ന് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് അലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കയറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ സ്റ്റിച്ചിങ്. പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റിയ ഇതാണ് നമുക്ക്. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കയറിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഇതിന് മുന്നേ അടിച്ച ടോപ്പ് ഉണ്ടല്ലോ, അയക്കാണ് ഞാൻ പോയി ഫാൻ്റ് അടിച്ചത്. എല്ലാവരും ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അത്രയേ ഉള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.